Hello everyone, welcome to our section. This section we will discuss about chapter 3 in our language across curriculum text. Our chapter entitled Academic and Social Language. Let's move on to chapter. First we will discuss about social language and academic language and what is the difference. So social language എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സോഷ്യൽ ലാംഗ്വേജ്. അക്കാദമിക് ലാംഗ്വേജോ എഡ്യൂക്കേഷണൽ പർപ്പസിനും ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ ലാംഗ്വേജ് ആണ് അക്കാദമിക് ലാംഗ്വേജ്. സോ പോയിന്റ്സ് നോക്കാം. സോഷ്യൽ ലാംഗ്വേജിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ വെക്കാബുലറി, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, യൂസസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫോർമൽ ആണ്. ടേക്ക് 2 years to acquire. അത് പഠിച്ചെടുക്കാൻ 2 വർഷമൊക്കെ വേണ്ടി വരും. സോ അക്കാദമിക് ലാംഗ്വേജിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ കണ്ടന്റ്, സ്പെസിഫിക് വെക്കാബുലറി ആണ്. ഡിഫിക്കൽട്ട് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അത് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഓക്കെയാണ്. റിക്വയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നോളജ് ആൻഡ് ടേക്ക് 5 to 7 years to acquire. പഠിച്ചെടുക്കാൻ 5 to 7 years ഒക്കെ ടൈം വേണ്ടി വരും. ഓക്കെ, അടുത്തെന്താണ് ലാംഗ്വേജ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ദ ടേം ലാംഗ്വേജ് ഈസ് derived ഫ്രം ദി ലാറ്റിൻ വേർഡ് ലിംഗ വിച്ച് മീൻസ് ടങ്. ലാംഗ്വേജ് ഈസ് എ ഫോം ആൻഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ഒരു ഫോം, അതെന്താണ് നമ്മുടെ ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഈസ് ദ ടൂൾ ടു എക്സ്പ്രസ് ഐഡിയാസ്, തോട്ട് ആൻഡ് ഷെയറിംഗ് ഇൻഫർമേഷൻ. നമ്മുടെ തോട്ടും ഐഡിയാസും നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, ടൂളാണ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഗിവ്സ് ദ ഓർഡർ ആൻഡ് ഓർഗനൈസേഷൻ ടു തിങ്കിങ്. ഓക്കെ, നെക്സ്റ്റ് അരിസ്റ്റോട്ടിലെ ഡെഫിനേഷൻ നോക്കാം. ലാംഗ്വേജ് ഈസ് എ സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ് ടു എക്സ്പ്രസ് ദയർ ഐഡിയാസ്, ഇമോഷൻസ്, തോട്ട് ആൻഡ് ഡിസയർ ആൻഡ് ഫീലിംഗ്സ്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? അരിസ്റ്റോട്ടിൽ പറയുകയാണെന്നുണ്ട് ഹ്യൂമൻസ്, മനുഷ്യർ അവരുടെ ഐഡിയാസും ഇമോഷൻസും തോട്ടും ഡിസയർ ഫീലിംഗ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട്, സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, സോ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണത്? ടു എൻഷുർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എൻഷുർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ 4 ബേസിക് സ്കിൽ. എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്? LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഓക്കെ, development academic and learning proficiency of student to ensure acquiring conceptual literacy, to enhance knowledge acquisition, to ensure development of all modes of human activities, namely ഏതൊക്കെയാണ്? listening, speaking, reading, writing, viewing, watching, shaping and moving. So ഇതൊക്കെയാണ് aims and objectives. Let's move on. Functions of language എന്തൊക്കെയാണ് functions? എക്സ്പ്രസീവ്, ഇൻഫോർമാറ്റീവ്, ഡിറക്റ്റീവ്, കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. എക്സ്പ്രസ് ഓഫ് ഐഡന്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യും. ക്രിയേറ്റിവിറ്റി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ്. ഓക്കെ, so importance of language. Language is the head of culture. Differentiate culture and language represent history of nations. Differentiate humans from animals. മനുഷ്യനും അനിമൽസിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കുന്നത് ലാംഗ്വേജ് കൊണ്ടാണ്. Language is a road towards advancement and creates sense of familiarity. Language is human experience. So ഇതൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. സോ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ഹോം ലാംഗ്വേജ് ആണ് നമ്മുടെ. എ ഹോം ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് മോസ്റ്റ് കോമൺലി സ്പോക്കൺ ബൈ ദി മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഫോർ എവറിഡേ ഇൻട്രഡക്ഷൻ അറ്റ് ഹോം. വീട്ടിലെ മെമ്പേഴ്സ് ഡെയിലി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇല്ല, അതാണ് ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫാമിലി ലാംഗ്വേജ്. ഇത് ഫാമിലി ലാംഗ്വേജ് എന്നും പറയും. ഹോം ലാംഗ്വേജ് ഈസ് എ കണ്ടിന്യൂയിങ് ആൻഡ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദി ഐഡന്റിറ്റി, ലേണിംഗ് ആൻഡ് ദി അക്വിസിഷൻ ഓഫ് അഡീഷണൽ ലാംഗ്വേജ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹോം ആൻഡ് സ്കൂൾ ലാംഗ്വേജ്. ഹോം ലാംഗ്വേജും സ്കൂൾ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഹോം ലാംഗ്വേജ് എന്നാണ് ബിഗിൻ വിത്ത് ടെലിഗ്രാഫിക് speech and natural part of daily life, so no basis in grammar. ഇതിന്റെ ബേസിക് ഗ്രാമറിന്റെ ബേസിസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. doesn't require concept effort, it is based as a first resource, doesn't require instruction. നമുക്ക് ഇൻസ്ട്രക്ഷനോ ഗ്രാമറോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, സ്കൂൾ ലാംഗ്വേജ് നോക്കാം. ബിഗിൻ വിത്ത് എ ഫുൾ സെന്റൻസ്, ന്യൂ ആസ്പെക്ട് ഇൻ ലേണർ, ഇറ്റ് ഹാസ് ബേസിസ് ഗ്രാമർ, റിക്വയർ കോൺഷ്യസ് എഫേർട്ട്, ഇൻവോൾവ് ടെക്നിക്കൽ നോളജ് ഓഫ് ദി ലാംഗ്വേജ്, ഇറ്റ് റിക്വയർ ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷനും ഗ്രാമറും എഫേർട്ടും എല്ലാം എടുത്തിട്ടുള്ള ഒരു ന്യൂ ലാംഗ്വേജ് തന്നെയാണ് നമ്മുടെ സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഡ്രാമ, എസ്സേ, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പിയർ ട്യൂട്ടറിംഗ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എലമെന്റ് ഓഫ് ഡ്രാമ. എന്തൊക്കെയാണ് ഡ്രാമയിലെ എലമെന്റ്?
action or plot or content, forms, climax, rhythm, contrast, characterization, convention, symbols. Movement in drama offers students to explore and express thought and feeling through physical actions. So നമ്മുടെ ഡ്രാമയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് എസ്സേ റൈറ്റിംഗ്. എ ഷോർട്ട് പീസ് ഓഫ് റൈറ്റിംഗ് ഓൺ ദി സബ്ജക്ട്. ഒരു സബ്ജക്റ്റിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഫോമാണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ ഹാർഡായിട്ട് ഒരുപാട് വലിച്ചു വാരിയത് ഒരു ഷോർട്ട് പോയിന്റ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ത് എസ്സേ എന്ന് പറയുന്നത്. എസ്സേ ഡീൽ വിത്ത് ദ സബ്ജക്ട് ഫ്രം എ ലിമിറ്റഡ് ആൻഡ് ഓഫൺ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. ലിമിറ്റഡ് ആയിട്ടൊരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമ്മൾ എസ്സേ ചെയ്യുന്നത്. എസ്സേ ഹാസ് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. എസ്സേക്ക് എന്തൊക്കെ വേണം? ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഓക്കെ,